മന്ത്രി സജി ചെറിയാനെതിരെ സംവിധായകൻ വിനയൻ 2022 അവാർഡ് പ്രഖ്യാപനത്തിൽ തന്റെ 19ാം നൂറ്റാണ്ട് സിനിമയ്ക്ക് അവാർഡ് നിഷേധിക്കാൻ ചലച്ചിത്ര അക്കാദമി ഇടപെട്ടുവെന്ന വോയിസ് ക്ലിപ്പുകളുണ്ടെന്ന് വിനയൻ. ജൂറി അംഗങ്ങളായ നേമം പുഷ്പരാജും ജെൻസി ഗ്രിഗറിയും അക്കാര്യം പറയുന്ന വോയിസ് ക്ലിപ്പുകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. മിനിസ്റ്റർ മറന്നുപോയെങ്കിൽ ഞാൻ ഒന്നുകൂടി എടുത്തയച്ചു തരാം. സ്വജനപക്ഷപാതത്തിലും വില കുറഞ്ഞ രാഷ്ട്രീയ കളിയിലും ആരും ഒട്ടും മോശമല്ല. വെറുതെ തള്ളിമറിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്നും വിനയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മൂസിന സൂരങ്ങൾ നൽകും. മൂസിന, ഇപ്രാവശ്യത്തെ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് ബാലതാരത്തിന് അവാർഡ് കൊടുക്കാത്തതിൽ അല്ലെങ്കിൽ അവരുടെ സിനിമകൾ പരിഗണിക്കാത്തതിലൊക്കെ പല കോണുകളിൽ നിന്നൊക്കെ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. എന്താണ് വിനയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിമർശനം? ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിനിടെയാണ് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇപ്പോൾ മന്ത്രി സജി ചെറിയാനെതിരെ ഫേസ്ബുക്ക് കുറിപ്പുമായി സംവിധായകൻ വിനയൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരു പരാതിയും വരാത്ത 5ാമത്തെ സിനിമ അവാർഡാണ് ഇതെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. അങ്ങനെയാണ് മന്ത്രി പറഞ്ഞത്. ഇതിനെതിരെയാണ് വിനയൻ തന്റെ സിനിമയായ 19ാം നൂറ്റാണ്ടിന്റെ അവാർഡ് നിശ്ചയിച്ചത് ഓർമ്മപ്പെടുത്തി ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നത്. അതായത് അന്ന് ഈ ഒരു സിനിമയ്ക്ക് അവാർഡ് നൽകാതിരിക്കാൻ ചിലർ, അതായത് ചലച്ചിത്ര അക്കാദമിയുടെ ചിലർ ഇടപെട്ടു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ സാക്ഷാൽ ജൂറി അംഗങ്ങൾ തന്നെയാണ് അന്നത് പറഞ്ഞിരുന്നത്. അതായത് നേമം പുഷ്പരാജും ജെൻസി ഗ്രിഗറിയും അക്കാര്യം പറയുന്ന വോയിസ് ക്ലിപ്പുകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. മന്ത്രി അത് മറന്നുപോയെങ്കിൽ താൻ ഒന്നുകൂടി എടുത്ത് അയച്ചു തരാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്വജനപക്ഷപാതത്തിനും വില കുറഞ്ഞ രാഷ്ട്രീയ കളിയിലും ആരും ഒട്ടും മോശമല്ല, വെറുതെ തള്ളിമറിച്ചിട്ട് കാര്യമില്ല എന്നൊരു പരിഹാസം കൂടി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ പറയുന്നുണ്ട്. അതായത് അവാർഡ് നിഷേധിക്കാൻ അക്കാദമി ഇടപെട്ടു എന്ന് വെളിപ്പെടുത്തിയത് ജൂറി അംഗങ്ങൾ തന്നെയാണെന്നും അതുകൊണ്ട് ഇത്തരം 5 വർഷവും നീതിപൂർവമായി അവാർഡ് നൽകി അതുകൊണ്ട് അഭിമാനിക്കുന്നു എന്നുള്ള ആ ഒരു വാക്കിന് അത്ര വ്യക്തതയില്ല എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ദിവ്യ, എന്തായാലും ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മന്ത്രി സജി ചെറിയാനെതിരെ സംവിധായകൻ വിനയൻ രംഗത്തെത്തിയിട്ടുള്ളത്. ഫേസ്ബുക്ക് പോസ്റ്റാണ് രൂക്ഷമായ വിമർശനം. മോസൻ ആസുവാണ് വിവരങ്ങൾ നൽകിയത്.